ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ട് വളർത്താവുന്നതും എല്ലാ വീട്ടിലും ആവശ്യം വരുന്നതുമായ ഒന്നാണ് പച്ചമുളകും പച്ചമുളകിൻ്റെ ചെടികളും. പച്ചമുളകിൻ്റെ തൈകൾ നമ്മൾ പാകി കിളിപ്പിച്ച് കുറച്ച് വളർന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരാനും നിറയെ പൂവും മുളകും ഉണ്ടാകാനും ഉള്ളൊരു കിടിലൻ സൂത്രപ്പണിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാശ് ചിലവാണെങ്കിൽ ഒട്ടുമില്ല. ഇത് കണ്ടോ, ഞാൻ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ തൈകളാണ്. ഇത് മാലിമുളക്, ചുവപ്പ് നിറത്തിലുള്ള മാലിമുളകിൻ്റെ തൈകളാണ് നമ്മളിവിടെ കൊടുക്കുന്നതാണ്. ചുവപ്പ് നിറത്തിലുള്ള മുളകുമുണ്ട്, അതുപോലെ മഞ്ഞ നിറത്തിലുള്ള മാലിമുളകും ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിത്തുകളുടെ പേര് ഇന്ന് തന്നെ ആവശ്യപ്പെട്ടോണം, തീരുന്നിടം വരെ തരും. ഇത് ഞാൻ എന്നാ ഇങ്ങനെ മാലിമുളക് കിളിപ്പിച്ചിരിക്കുന്നതെന്നറിയോ? എന്നോട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ ഒത്തിരിയും മാലിമുളക് കൃഷി ചെയ്ത നല്ലോണം ഏറെ സ്ഥലമുള്ളവരാണ്, മലപ്പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ കാണുവാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പം എന്നോട് പറഞ്ഞു, മാലിമുളക് പണ്ട് കൃഷി ചെയ്തിരുന്ന ഒരാളാണ്, ഈ പ്രാവശ്യം എന്നാൽ കൃഷി തുടങ്ങാൻ വേണ്ടി ഒരു വയ്യാത്ത ആളാണ്. അപ്പം വിത്തൊക്കെ വാങ്ങിച്ച് ആദ്യം കുറച്ച് പാകി നോക്കി, അതിലൊന്നുപോലും കിളുത്തില്ല. രണ്ടാമതൊരു സെറ്റ് പാകി നോക്കി, ഒന്നുപോലും കിളുത്തില്ല. അപ്പം ഈ മാലിമുളക് കിളിപ്പിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് പറഞ്ഞാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മാലിമുളകൊന്ന് പാകി നോക്കി. അത് ചുവപ്പാണ് ഞാൻ എടുത്തത്. ചുവപ്പാണല്ലോ കോമൺ ആയിട്ട് കാണുന്നത്, ചുവപ്പാണേ. അപ്പം അതെ, ഒരു പ്രയാസവും വന്നില്ല, അത് കിളുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കിളുത്ത് കഴിയുമ്പം ഇതുവരെ ഞാനിതിനെ തണലത്താണ് വെച്ചിരുന്നത്. ഇത്രയും ഇങ്ങനെ മുളച്ചു പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെയിലും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്തേക്ക്, അത് ചീരയുടെ വിത്തുകളായാലും ഈ മുളകിൻ്റെ വിത്തുകളായാലും വഴുതനയുടെ ആയാലും മുളച്ചു കഴിഞ്ഞാൽ വെയിലും പ്രകാശവും ഒക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. എന്നാലേ നല്ല കരുത്തോടെ തൈകൾ കിളുത്തു കയറുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ടേ, വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറന്നു പോകരുത്, അല്ലെ ചെടി അങ്ങ് വാടി തളർന്നു പോകും. ചിലപ്പോൾ പിന്നെ ഇത്രയും കുഞ്ഞു തൈകളല്ലേ, നമുക്ക് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനും പ്രയാസമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഇതെങ്ങനെയാണ് ഞാൻ പാകി മുളപ്പിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഈ മുളകിൻ്റെ വിത്തുകളെ പാകി മുളപ്പിക്കാനായിട്ടേ കുറച്ച് ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത്, ഇത് ഒരു കമ്പോസ്റ്റ് വളമാണ്, അഴുകി പൊടിഞ്ഞ കോഴിവളമാണേ. കണ്ടോ, നല്ല പൊടി പോലെ ആയിട്ടുണ്ട്, നല്ല വളമാണ്. അപ്പം കുറച്ച് കോഴിവളവും കൂടി ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇതിനെ നല്ല പോലെ നമ്മൾ കൂട്ടി ഇളക്കും. കോഴിവളവും അതുപോലെ ചകിരിച്ചോറും മാത്രം. ഈ വളം ഉണ്ടെങ്കിൽ തൈ നല്ല ആരോഗ്യത്തോടെ കിളുത്ത് വരുമെന്നേ ഉള്ളൂ. വളമില്ലെങ്കിലും നമ്മുടെ വിത്തുകൾ മുളച്ചു വരും കേട്ടോ. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് എടുക്കുക. ഞാൻ ഈ ചെറിയ ചട്ടിക്കകത്താണേ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോട്രേ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് കണ്ട നല്ലതുപോലെ നിറയെ ഹോളുകളുള്ള ഒരു ചട്ടിയാണേ. അതുകൊണ്ട് ഞാനത് ആദ്യം ഒന്ന് അടച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ പോട്ടിംഗ് മിക്സൊക്കെ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി പോയേക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലൊന്ന് നമ്മൾ അടച്ചു വെച്ചു, അത്യാവശ്യം ഒന്ന് അടച്ചു വെക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത പൊടി കുറച്ച് ഇതിനകത്തേക്ക് വാരിയിടും. കണ്ടോ, ഇങ്ങനെ നമ്മൾ പൊടി വാരിയിടുമ്പോഴേ, വാരിയിട്ട ഉടനെ ഇത് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ കൂടെ കണ്ടോ, ഇതുപോലെ അധികമായിട്ടുള്ള വെള്ളം ഒഴുകി വരും. നല്ലോണം നിറച്ച് ഹോളുള്ളതാണ്, ഒട്ടും ഇതിനകത്ത് വെള്ളം തങ്ങി നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം വേണം വിത്തുകൾ പാകാൻ. ഇത് ഞാൻ ഒരു 8 വിത്ത് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു 10 വിത്ത് എടുത്തിട്ടുണ്ട്, അത് മതി. ഇപ്പം നമ്മളൊരു ചെറിയ അടുക്കളത്തോട്ടത്തിൽ, ഇപ്പോൾ മുളകും തോട്ടം അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന, പല സാധനങ്ങളും നമുക്ക് നട്ടുവെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് 2 or 3 ഒക്കെ ചൂടുകൾ മാത്രമാണ്. മുളക് പല ഇനം കാണും, അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളതായിക്കോളും. അപ്പോൾ ഇതൊരു 8 വിത്തുണ്ട്, അല്ല 8 അല്ല 10 വിത്തുണ്ട് കേട്ടോ. 10 വിത്തിനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാകാൻ പോവുകയാണേ. ഇങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങോട്ട് ഇട്ടേച്ചാൽ മതി. ഈ നമ്മൾ വിത്ത് പാകുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ, വിത്തിന് വിത്തോളം കനത്തിലെ മണ്ണ് മൂളി വരാവുള്ളൂ എന്ന് പറയാം കേട്ടോ. ഒത്തിരി മണ്ണ് വാരിയിടരുത്, ഇവർ കിളുത്ത് പൊങ്ങത്തില്ല കേട്ടോ. ഇത്രയും ഞാൻ ഇതുപോലെ പാകി വെച്ചിട്ടുണ്ടേ. ഇനി ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് തന്നെ കുറച്ച് ഇതിനെ ഈ വിത്തൊന്ന് മൂടി വരാനും മാത്രം. കാരണം ഇതിനകത്ത് ചകിരിച്ചോറും ജൈവവളവും ആണല്ലോ ഇരിക്കുന്നത്. ഇപ്പം ഇച്ചിരി കൂടുതൽ ഇട്ടെന്ന് പറഞ്ഞാലും അവർക്ക് കാര്യമായ വെയിറ്റ് ഒന്നും വരത്തില്ല. അതുകൊണ്ടൊരു ശകല ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നനയ്ക്കണം. കണ്ടോ, ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് നനച്ച് തണലുള്ളിടത്തോട്ട് മാറ്റി വെച്ചാൽ കിളുത്ത് വരും. ഈ കിളുത്ത് വരുമെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വിശ്വാസമുള്ള സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ
വിത്തുകൾ വാങ്ങിക്കാവുള്ളൂ. എല്ലായിടത്തു നിന്നും വിത്തുകൾ വാങ്ങിച്ചാൽ ഇപ്പം വിത്ത് പാക്കറ്റിനകത്താക്കി വരുമെങ്കിലും ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ പാകമാകാതെ വിളവാകാതെയൊക്കെ വിത്ത് എടുത്തിട്ടായിരിക്കും ഉണങ്ങി അവരിങ്ങനെ അയച്ചു കൊടുക്കുന്നത്. ബിസിനസിന്റെ ഭാഗമാണല്ലോ, അപ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പം നല്ലവണ്ണം പാകമായ വിത്ത് ഉണങ്ങിയെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ. അതായിരിക്കണം മാലിമുളക് അവർക്ക് കിളുക്കാതെ പോയതിന്റെ കാരണം. ഇത് കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കുറേ എണ്ണം കണ്ടോ വെളുത്ത നിറത്തോടെ ഇങ്ങനെ കിളുത്ത് കിളുത്ത് പൊങ്ങി വരുവാണേ. എനിക്കൊരു 4 എണ്ണം മതിയായിരുന്നു. പക്ഷെ ഇത് ഈ ആളിങ്ങനെ പറഞ്ഞ കാരണം ഇനി മാലിമുളകിന് കിളുക്കൽ കുറവാണോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതേപോലെ ചെയ്തു നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും കിളുക്കാതിരിക്കത്തില്ല. നിങ്ങൾക്ക് വിശ്വസിച്ച് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം. ഇത് ഞാനിപ്പോൾ മഞ്ഞയാണ് പാകി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പാകി മുളപ്പിച്ച തൈകൾ ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെ കൂടിപ്പോയ ഒരു മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് മാറ്റി നടാനുള്ള അത്ര ആരോഗ്യത്തോടെ അവർ വളർന്ന് പൊങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പം അവരെ നമ്മൾ പിഴുതെടുത്ത് ഇപ്പം ഇതുപോലെ ഞാൻ ഈ കാണിച്ചതുപോലെ ചട്ടിക്കകത്തൊക്കെ ആണെങ്കിൽ അടിയിൽ നിന്നൊരു കമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് കുത്തി പൊക്കിയെടുക്കണം. വേരുകൾ പൊട്ടാതെ, വേരുകൾ അനങ്ങരുത്, ചെടി അറിയരുത് നിന്നിടത്തുനിന്ന് ഞാൻ മാറിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാത്ത വിധത്തിൽ അവരെ എടുത്തിട്ട് വേണം ചെയ്യാൻ. പ്രോട്രേ ആണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല, നമ്മൾ ഞെക്കിയിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുവാണെങ്കിൽ വേരൊന്നും ഇളകാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മൾ മാറ്റി നട്ടതിന് ശേഷം നല്ല പോലെ ചുവട് പിടിച്ച് കഴിഞ്ഞാൽ, ഈ ചെടി ഞാൻ ഇതുപോലെ പാകി മുളപ്പിച്ച് മാറ്റി നട്ടിരിക്കുന്നതാണേ. കണ്ടോ, പുതിയ പുതിയ കുഞ്ഞിലകളൊക്കെ വന്നു തുടങ്ങി. നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം അവർ ചുവട് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു പാകം എത്തിക്കഴിയുമ്പം നമുക്ക് ഏതെങ്കിലും കമ്പോസ്റ്റ് വളം കൊടുക്കാം കേട്ടോ. കുറച്ച് കമ്പോസ്റ്റ് വളം ഇതിന്റെ ചോട്ടിലോട്ട് വെറുതെ ഇട്ടിട്ട് ഇച്ചിരി മണ്ണും കൂടെ ഇട്ടിട്ട് മൂടിയാൽ മതിയേ. ഇപ്പൊ ഈ വെയിലായ സമയമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഈ ഒരു പരുവം മുതൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ മുളക് മാറ്റി നട്ട് ചുവട് പിടിച്ചു കഴിഞ്ഞാൽ വളം കൊടുക്കുമല്ലോ. പിന്നെ ഓരോ 10 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും വളം, അത് ജൈവ സ്ലറിയോ അല്ലെ ബയോഗ്യാസ് സ്ലറിയോ, ഇപ്പം ദ്രാവക രൂപത്തിലുള്ള വളം കൊടുക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ നമ്മൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതോ അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും കൊടുക്കാം. 10 ദിവസം കൂടുമ്പം കൊടുക്കണം. ഈ ടെറസിലും അതുപോലെ ഗ്രോ ബാഗിലും പാത്രങ്ങളിലും ഒക്കെ വളർത്തുന്നവരെ. അല്ലാത്തവരാണെങ്കിൽ ഒരു രീതിയിലുള്ള കൃഷി ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത് അങ്ങനെ ഇത്രയും അധികം വളവും കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ശ്രദ്ധിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, മണ്ണിലാണ് നടുന്നതെങ്കിൽ എന്ന് പറയും. അതിന് സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഈ ഗ്രോ ബാഗിലാണെങ്കിലാണ് നമ്മൾ ഈ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും വളം കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. ഇത് ഞാൻ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തെളി മതി നമുക്ക്. ആ തെളി കുറച്ചെടുത്ത് അരഭാഗം ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടെ നമ്മൾ വെള്ളം ഒഴിക്കും. കുറുകുറാന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ ഈ മണ്ണിൻ്റെ അവിടെ ഉണ്ടല്ലോ, ഇത് ഉണങ്ങിപ്പോവും. പിന്നെ അത് വായുസഞ്ചാരം ഇല്ലാതെ വരികയും ചെടി ചിലപ്പോൾ അഴുകി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ മത്തയാന്ന് ഞാൻ കാണിച്ചത് ദേ വളർന്ന് കണ്ടോ, മേളിൽ കയറിയ കണ്ടോ. നമ്മളിവിടെ കൊടുക്കുന്ന മത്തയുടെ വിത്ത് കിളിപ്പിച്ചതാണ്. ഇത് നേരിട്ട് മണ്ണിലേക്ക് പാകിയതാണ്. സാധാരണ ഞാൻ ചെയ്യുന്നത് മുളപ്പിച്ചിട്ട് നടുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് നട്ടു നോക്കിയതാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, എല്ലാം കിളുത്ത് കിട്ടും. ഇത് കണ്ടോ, ഈ മുളകിൻ്റെ ചെടി ഇതൊരു ഉണ്ടമുളകാണേ. ഒന്നുകിൽ നമുക്കിത് ഇതിനെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ നിൽക്കുന്നതും മുളകിൻ്റെ ചെടിയാണ്. അങ്ങനെ ഇവർക്ക് നമുക്ക് ഓരോ 10 ദിവസം കൂടുമ്പോഴും മാറി മാറി ഇത്തരത്തിലുള്ള ഏതെങ്കിലും വളം ഒഴിച്ചു കൊടുക്കണം. മുളകിൻ്റെ ചെടികൾ മാറ്റി നട്ട് നല്ലോണം വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അതേ പൂക്കളും കായകളും ഉണ്ടാകുക എന്നുള്ളതാണല്ലോ. പെട്ടെന്ന് തന്നെ ചെടി വളർന്നു കിട്ടാനും നിറയെ പൂക്കളും മുളകും ഉണ്ടാകാനും ഒരു സൂത്രപ്പണി നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കിട്ടുന്നതും യാതൊരു ചെലവുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വളമാണേ. കണ്ടോ, ഇത് വിറക് കത്തിച്ച ചാരമാണേ. ഇതേപോലെ ഒരു പിടി ചാരം, അതിനകത്തോട്ട് ദേ 1 സ്പൂണ് എപ്സം സോൾട്ട്. ഇനി ഇത് കഞ്ഞിവെള്ളമാണേ. ഇതൊരു 1/2 ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ. ആ 1/2 ലിറ്റർ കഞ്ഞിവെള്ളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിനെ നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിനകത്ത് കരടോ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കതിനെ ഇരട്ടിയാക്കി നേർപ്പിച്ചെടുക്കാം. കണ്ടോ, എനിക്കിവിടെ ഇപ്പം കായ്ച്ചു തുടങ്ങിയ കായ്ച്ച മുളകെന്ന് പറയുന്നത് ഒരെണ്ണം ഇതാണേ. ഇത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ താഴെയാണ്. കാര്യമായ വെയിൽ കിട്ടാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ മുളക് കായ്ക്കുന്നതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ,
നല്ലോണം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ദേ നല്ല നീളമുള്ള മുളക് തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന മുളകിന്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് മാറ്റി നട്ട് വളർത്തിയെടുത്തിരിക്കുന്നതാണ്. പക്ഷെ മുളകിന്റെ എണ്ണം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല ആരോഗ്യമുള്ളൊരു മുളക് ചെടിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വേറൊരു ചുവടുകൂടെ ഞാൻ കാണിക്കാവേ. ഇത് കണ്ടേ, ഇത് വേറൊരു ചുവട് മുളകാണേ. ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് പൊക്കം കുറവാണ്. നിറയെ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. അതുപോലെ കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇഷ്ടംപോലെ മറ്റേ നമ്മൾ ആ കണ്ട മുളകിന്റെ ചെടി, തണലത്ത് നിൽക്കുന്ന മുളകിന്റെ ചെടിയേക്കാൾ കൂടുതൽ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് മുളക് വളർത്താൻ നല്ലത്. ഇതുപോലെ നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം സാധാരണ ഒരു വീട്ടിലാണെങ്കിൽ ഒരു 5-6 മുളകിന്റെ ചെടിയൊന്നും വളർത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നില്ല. ഒരു 2-3 മുളകിന്റെ ചെടി മതി കായ്ക്കുന്നതാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് കിട്ടാൻ. അപ്പം ഇതേപോലെയുള്ള വളങ്ങളൊക്കെ അടുപ്പ് കത്തിക്കുന്ന വീട്ടിലൊക്കെയാണ് ചാരം കിട്ടാൻ ഒരു പ്രയാസവും കാണുകയില്ല. പിന്നെ കഞ്ഞി വെക്കാത്ത വീടെന്ന് പറയുന്നത് കേരളത്തിൽ കുറവായിരിക്കും. അപ്പം കഞ്ഞിവെള്ളത്തിനും സാധ്യത വളരെ ഉള്ളതാണ്. പിന്നെ എപ്സം സോൾട്ടാണ്. എപ്സം സോൾട്ട് ഈ മുളക്, വഴുതന, തക്കാളി, വെണ്ട ഒക്കെ വളർത്തുന്നവർ വാങ്ങിച്ചു വെക്കേണ്ടുന്ന ഒരു സാധനം. 1 കിലോയ്ക്ക് ഒരു 20 മുതൽ 30 വരെ. ഗവൺമെന്റിന്റെ ഒക്കെ വളക്കടകളിൽ നിന്ന് മേടിക്കുന്നെങ്കിൽ 20 രൂപ മതി, അല്ലാത്ത കടകളിൽ നിന്നാണ് 30 രൂപ മതി. അപ്പൊ 20 മുതൽ 30 വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് ഈ വളം കിട്ടുന്നത്. വലിയ വിലയൊന്നുമില്ല, 1 കിലോ കിട്ടുകയും ചെയ്യും. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം അത് വാങ്ങിച്ചു വെച്ചിട്ട് ഇത്തരത്തിലുള്ള ചെടികൾക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മുളക് വളർത്തുന്നവരെല്ലാം നിറയെ കായ്കളുണ്ടാകാൻ ഈ ട്രിക്ക്, ചെലവ് കുറഞ്ഞ ഒരു ചെലവും ഇല്ലാത്ത ഈ ട്രിക്ക് ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.